ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഞെട്ടിച്ചൊരു വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വന്നത്. അത് 24 പുറത്തുകൊണ്ടുവന്ന വാർത്ത കൂടിയാണ്. അതിന്റെ വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വയനാട്ടിൽ ആരോഗ്യ വകുപ്പിന്റെ അനുമതിയില്ലാതെ ആദിവാസി മേഖലയിൽ അനധികൃതമായി മനുഷ്യ പരീക്ഷണ നീക്കം നടന്നു എന്നതാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത. മാനന്തവാടി മേഖലയിലെ ആദിവാസി ഊരുകളിലാണ് ആർത്തവ ആരോഗ്യ കിറ്റുകൾ പരീക്ഷിക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടെ ഈ പരീക്ഷണം നടത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടു. 24 ബിഗ് ബ്രേക്കിംഗ്. വയനാട് തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ അമേരിക്കക്കാരനായ ഒരു പ്രൊഫസർ എത്തുന്നു. വിദ്യാർത്ഥികൾക്ക് നൽകിയത് മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്ന വിരലിൽ അണിയാവുന്ന ഉപകരണം. ഇതിനുശേഷം അഗ്രഹാരം ഉന്നതിയിലേക്ക് ഈ സംഘം പോകുന്നു. അവിടെ മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിനും വിതരണം ചെയ്യുന്നു. ഇതിനു പിന്നിലെല്ലാമുള്ള ഉദ്ദേശം എന്താണ്? എന്താണ് ഈ വിരലിലണിയാവുന്ന ഈ ഉപകരണം? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടതല്ലേ? ഇക്കഴിഞ്ഞ മാർച്ച് 20-നാണ് വയനാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്യമ എന്ന പേരിൽ ത്രിദിന സെമിനാർ നടത്തിയത്. സ്മാർട്ട് ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്ന വിഷയത്തിലൂന്നിയായിരുന്നു സെമിനാർ. സെമിനാറിൽ പങ്കെടുത്തത് അമേരിക്കയിലെ പ്രൊഫസറായ ഡോക്ടർ ധ്രുവ് ശേഷാദ്രി. ശേഷാദ്രി ലാബ് വികസിപ്പിച്ചെടുത്ത ആർത്തവ ആരോഗ്യ ഉപകരണം കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നൽകി. ഇത് പലരും ഉപയോഗിക്കാനും തുടങ്ങി. വിരലിൽ അണിയുന്ന ഉപകരണം ലക്ഷ്യം വെക്കുന്നത് ആർത്തവ ചക്രം സംബന്ധിച്ച വിവരശേഖരണം. ഇതിനുശേഷം മാനന്തവാടി അഗ്രഹാരം ഉന്നതിയിൽ വിദ്യാർത്ഥി സംഘത്തിനൊപ്പം ഡോക്ടർ ശേഷാദ്രിയുമെത്തി. ഇവിടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഉപഹാരമായി ഗോത്രവിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് നൽകിയത് മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിനുകൾ. എന്തിനാണ് മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിനുകൾ നൽകിയത്? വിദ്യാർത്ഥികൾക്ക് കൈമാറിയ ഉപകരണത്തിന്റെ കവറിൽ മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഉപകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഡോക്ടർ ധ്രുവ് ശേഷാദ്രി? ആരുടെ അനുമതിയിലാണ് ശേഷാദ്രി ലാബ് വികസിപ്പിച്ച കിറ്റ് ഇവിടെ പരീക്ഷണ വിധേയമാക്കുന്നത്? അഗ്രഹാരം ഉന്നതിയിൽ അമേരിക്കയിൽ നിന്നുള്ള പ്രൊഫസർക്ക് ആര് അനുമതി നൽകി? ചോദ്യങ്ങൾ അനവധി. മാനന്തവാടി TUO അടക്കമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ് സാധാരണക്കാരായ ആദിവാസി വിഭാഗങ്ങളിലെ ആളുകൾക്ക് അവരെ ഗിനിപ്പന്നികളാക്കുന്ന രീതിയിൽ, അതായത് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് വേണ്ടി പരീക്ഷണ വസ്തുവാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു ഡിവൈസ് വിതരണം ചെയ്തിട്ടുള്ളത്. സെമിനാർ സംഘടിപ്പിക്കാൻ പട്ടികവർഗ വകുപ്പിന് എഞ്ചിനീയറിംഗ് കോളേജ് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ അനുമതി ഇതിന് വേണമെന്ന് പട്ടികവർഗ വകുപ്പ് നിർദ്ദേശം നൽകി. തുടർന്ന് DMOക്ക് അപേക്ഷ നൽകിയെങ്കിലും അനുമതി നൽകിയില്ല. എന്നിട്ടും സെമിനാർ സംഘടിപ്പിച്ചു. ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ആദിവാസി ഊരിലും സംഘമെത്തി. വിഷയം ഗൗരവത്തിൽ എടുത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറോടും വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടറോടും അന്വേഷണം നടത്താൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. വയനാട് DMO ഇതിനായി പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഉത്തരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒരനുമതിയും കൂടാതെ നടന്ന ഇത്തരം പ്രവൃത്തികളിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി. DMO നിലവിൽ അന്വേഷണ സംഘത്തിന് രൂപവും നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിന് ശേഷം എന്താണ് നടന്നതെന്നതിൽ വ്യക്തത കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനത്തെ കഴുതയാക്കുന്ന ശ്രമങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളാണ്, നടപടികളാണ് പലരുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നതിന്റെ തെളിവാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ സംഭവം. അതിൽ നോക്കുക, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത് എന്താണ് എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് സ്വർണ്ണമാണോ അല്ലെങ്കിൽ ഡയമണ്ട് ആണോ എന്ന് ചോദിക്കാം. ശരിക്കും അത് ഇപ്പോഴത്തെ കാലത്തിൽ പറയുകയാണെങ്കിൽ അത് വിവരമാണ്, അല്ലെങ്കിൽ ഇൻഫോർമേഷനാണ്. അത് ഏറ്റവും അല്ലെങ്കിൽ ഡേറ്റയാണ് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സാധനം എന്ന് പറയാം. ഇപ്പോൾ ഒരുപക്ഷെ ഈ കമ്പനിക്ക് പിന്നിലെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു വിവരശേഖരണത്തിനായി അത്തരം ഡിവൈസുകൾ കൊടുത്തത് എന്നൊക്കെ വലിയ ചോദ്യമാണ് എന്ന് സുജിത്ത് തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ അത് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വിൽക്കുക, അതുവഴി വലിയ ലാഭമുണ്ടാക്കുക, എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുക, ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ, മരുന്നുകൾ അത് കൂടുതലായി ഒരു മേഖലയിലേക്ക് എത്തിക്കുക, അതുവഴി ലാഭമുണ്ടാക്കുക, ഇതൊക്കെ നമ്മൾ പലയിടങ്ങളിലായി വായിച്ചൊക്കെ അറിഞ്ഞതാണ്. അപ്പോൾ അത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഈ രീതിയിൽ നടത്തുന്നു എങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. അതിൽ കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ്. പൊതുസ്ഥലങ്ങളിലെ പ്രചാരണങ്ങൾക്കും ബോർഡുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് മറികടക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോവുകയാണ് സർക്കാർ എന്നൊരു വാർത്ത വരുന്നുണ്ട്. നിയമവിരുദ്ധമല്ലാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ച് പ്രചാരണം നടത്താം എന്നായിരിക്കും ആ നിയമ ഭേദഗതി. ഇതിനായി ചെറിയ ഫീസ് ഈടാക്കുമെന്നും മന്ത്രി MP രാജേഷ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞു.
പൊതുസ്ഥലങ്ങളിലെ പോസ്റ്ററുകളിലും ബാനറുകളിലും ഹൈക്കോടതിയുടെ എതിർപ്പ് മറികടക്കാൻ ഇനി മുതൽ നിയമനിർമ്മാണം. ഫീസ് ഏർപ്പെടുത്തിയാകും പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററുകളും ബാനറുകളും പതിപ്പിക്കാനുള്ള അനുമതി നൽകുക. രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും ബോർഡുകൾക്കും പ്രചരണങ്ങൾക്കുമെതിരെ ഹൈക്കോടതി തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും തദ്ദേശ സ്ഥാപനങ്ങളോട് നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ കേരളത്തിലെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. ഇതിന് നിയമഭേദഗതിയിലൂടെ പരിഹാരം കണ്ടെത്തുകയാണ് സംസ്ഥാന സർക്കാർ. സർക്കാർ നിയമഭേദഗതി കൊണ്ടുവരും. ഭരണപക്ഷത്ത് നിന്ന് ഇ കെ വിജയൻ MLA ആണ് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെട്ടത്. ചട്ടഭേദഗതി കൊണ്ടുവരുമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ മറുപടി. ഹൈക്കോടതി ഉത്തരവുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടും സുരക്ഷയ്ക്ക് ഭീഷണിയില്ലാത്ത തരത്തിലും പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു മിതമായ നിരക്കിൽ ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നതിന് ആവശ്യമായ ചട്ട ഭേദഗതികൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അടുത്ത സഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനാണ് സർക്കാർ ആലോചന. ചെറിയ ഫീസും ഈടാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. നിയമസഭാ സമ്മേളനം കഴിയും മുൻപ് തന്നെ ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. സർക്കാർ നീക്കത്തിൽ ഇനി ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ത് എന്നതും ആകാംക്ഷ. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ പൊതുസ്ഥലങ്ങളിലും റോഡുകൾക്ക് വശത്തുമൊക്കെയുള്ള ഇത്തരം ബോർഡുകൾ അത് കാഴ്ചയെ മറയ്ക്കുന്നു. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവുന്നു, വാഹനാപകടങ്ങൾ ഉണ്ടാവുന്നു. ഒന്ന് മാത്രമല്ല, പൊതുസ്ഥലത്ത് ഈ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ബോർഡുകൾ വയ്ക്കുന്നത് അതിന് മൊത്തത്തിലുള്ളൊരു സൗന്ദര്യത്തെ ഇല്ലാതാക്കും. ഇതൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കോടതി ആ രീതിയിലൊരു ഇടപെടൽ നടത്തിയതും ഉത്തരവിറക്കിയതും. അപ്പോൾ ആ ഉത്തരവിനെ മറികടക്കാൻ പുതിയ സംവിധാനം, പുതിയ നിയമനിർമ്മാണം വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന എന്താണ്? ഇത്തരം ബോർഡുകൾ അത് കാഴ്ചയെ മറച്ചുകൊണ്ടേയിരിക്കും. അതുവഴി അപകടം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അത് എന്താണ്, ഏത് രീതിയിലാണെന്ന കാര്യങ്ങൾ സർക്കാർ ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും അഭിപ്രായങ്ങൾ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്. നേരത്തെ ഫൈനാട്ടിൽ നിന്ന് വന്ന ആർത്തവ കിറ്റ് കൊടുത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സന്ദേശങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ കുറിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് സംശയമാണ് എന്ന് പറയുന്നു. ആദിവാസി മേഖലയിലാകുമ്പോൾ ആരും പ്രതികരിക്കില്ല എന്നവർക്കറിയാം, അതുകൊണ്ടാണ് ആ മേഖലയിൽ പരീക്ഷണം നടത്തിയത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ഒരുപാട് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. അബ്രഹാം തോമസ് ആണ് അത്തരത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവെച്ച് നമ്മുടെ കമന്റ് ബോക്സ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നമുക്കത് വായിക്കാം അടുത്ത റിപ്പോർട്ടിന് ശേഷം. എറണാകുളത്തേക്കാണ്. എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മീൻ വിൽപ്പന സ്റ്റാളുകൾ പൊളിച്ചുമാറ്റി. മുന്നറിയിപ്പില്ലാതെയാണ് ഈ സ്റ്റാളുകൾ പൊളിച്ചുമാറ്റിയതെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. മുന്നറിയിപ്പില്ലാണ് തന്നെയാണ് പൊളിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള പൊളിക്കലേക്കുമ്പോൾ അവർ കുറച്ച് മീനെടുക്കാം. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ കണ്ടെത്തും. പൊളിപ്പിക്കില്ലായിരുന്നു ഇവിടെ. ഞങ്ങൾ വട്ടം കിടക്കുമായിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് 3 ഷെഡ് പൊളിച്ചു കഴിഞ്ഞു. രാവിലെ 8 മണിയോടെയാണ് വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ താൽക്കാലിക സ്റ്റാളുകൾ പൊളിക്കാൻ ആരംഭിച്ചത്. വൈപ്പിൻ കാളമുക്ക് ഹാർബർ വികസനത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനായിരുന്നു സ്റ്റാളുകൾ പൊളിച്ചത്. ജിഡ്ഡ ഭൂമിയിൽ വർഷങ്ങളായി ചെറുകിട മത്സ്യക്കച്ചവടം നടത്തുന്നവരുടെ സ്റ്റാളുകൾ പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. മുന്നറിയിപ്പില്ലാതെയാണ് സ്റ്റാളുകൾ പൊളിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇതെപ്പോഴാ ഇപ്പൊ കാറ്റിന് ഒരു കാറ്റ് വന്നാൽ മറിഞ്ഞു വീഴും. പിന്നെ വെയിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. പിന്നെ ഇതെവിടെ മാറ്റി കൊടുക്കാനാണ്? പൊന്നു മോനെ, ഇതൊക്കെ മേടിച്ചതുണ്ടല്ലോ, കാശ് കൊടുക്കണം വൈകുന്നേരം ആകുമ്പോൾ. ആകെ കുറച്ച് മീനാണ് ഞങ്ങളെ കൂടെ കൊക്കിൽ ഒതുങ്ങാനുള്ളതാണ് ഞങ്ങൾ ചെയ്യണത്. അല്ലാണ്ട് അധികം മീനൊക്കെ എടുത്തൊന്നും കച്ചവടമൊന്നും ചെയ്യണില്ല. സ്റ്റാളുകൾ നീക്കം ചെയ്യാൻ ഒരാഴ്ച മുൻപ് നോട്ടീസ് നൽകിയിരുന്നുവെന്നാണ്
ഹാർബർ അധികൃതരുടെ വിശദീകരണം. എഞ്ചിനീയറിംഗ് വകുപ്പ് ആദ്യം മുൻപൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ അവർ പൊളിച്ച് മാറ്റി തരാത്തതിനെ തുടർന്നാണ് സെക്രട്ടറിക്ക് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തത്. ഇത് പൊളിച്ച് മാറ്റി നമ്മൾക്ക് അപ്രോച്ച് റോഡ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. ഒരു 2.5 മാസം മുൻപ് പഞ്ചായത്ത് ഈ 5 കടകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊഴിയാഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ എവിക്ഷനിലേക്കുള്ള നടപടി സ്വീകരിക്കേണ്ടി വന്നത്. പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. പിന്നെ ഹാർബർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ വേണ്ട നടപടികൾ ചെയ്യും. ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 19 സെന്റ് സ്ഥലത്തെ സ്റ്റാളുകളാണ് ഹാർബർ നിർമ്മാണത്തിനായി പൊളിക്കേണ്ടത്. ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് സ്റ്റാളുകളും വരും ദിവസങ്ങളിൽ പൊളിക്കും. ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത്, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിലാണ് നടപടികൾ. മുന്നറിയിപ്പില്ലാതെ അധികൃതരെടുത്ത നടപടിക്കെതിരെയുള്ള പ്രതിഷേധമാണ് വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ മത്സ്യക്കച്ചവടക്കാർ നടത്തിയത്. ഉപജീവനമാർഗം തകർത്തുകൊണ്ടുള്ള ഒരു നടപടിക്കും അവർ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നിലപാട്. ക്യാമറാമാൻ AS അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ജിഡ അല്ലെങ്കിൽ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അവരുടെ ഭൂമിയിലാണ് ഈ രീതിയിൽ അനധികൃതമായൊരു മത്സ്യവില്പന സ്റ്റാൾ ഉണ്ടായത്, അല്ലെങ്കിൽ അത്തരം സ്റ്റാളുകൾ ഉള്ളത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പൊളിച്ചു നീക്കിയത്. അത് നേരത്തെ അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അധികൃതർ വിശദീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മറുഭാഗവും പറയുന്നു. ഇനിയിപ്പോൾ എങ്ങനെയായാലും അവർക്ക് അവിടുന്ന് മാറി മറ്റൊരിടത്തേക്ക് വിൽപ്പന നടത്താനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഒരു ഉപജീവന മാർഗ്ഗമാണ് ഇല്ലാതായി പോകുന്നത്. അനധികൃതമായാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കവിടെ വിൽപ്പന നടത്താൻ സാധിക്കില്ല. പക്ഷേ അവർക്കിനി എവിടെയാണ് അത് നടത്താൻ കഴിയുക എന്ന കാര്യം അത് ചൂണ്ടിക്കാട്ടേണ്ടത് അധികൃതരാണ്. അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗം മുടങ്ങും, അവരുടെ ജീവിതം വഴിമുട്ടിപ്പോകും. എന്തായാലും എന്താണ് കൂടുതലായി ഈ ഭാഗത്തുള്ളവർക്ക്, ഈ മേഖലയിലെ ആൾക്കാർ പ്രതികരിക്കുന്നത് നോക്കാം. അതിലേക്കാണ് ഇനി. മാറില്ല, ചത്താലും മാറില്ല. ഇവിടെ ഞങ്ങൾ ചാകാറായി. ഇനി എത്ര ഉള്ള കാലം ജീവിക്കും. ഞങ്ങൾ മാറില്ല. ഈ പാലം വന്ന് അന്നേരം കച്ചവടം ചെയ്യുന്നത് 10-20 കൊല്ലമായി പാലം വന്നിട്ട്. ഇപ്പം എത്ര കൊല്ലമായി പാലം വന്നിട്ട്? 15 കൊല്ലമായി. അത്രേ ഉള്ളു. മാറില്ല. ഇത് 3-4 ഹാർബർ ഈ മേഖലയിലുണ്ട്. ഇവിടെ ഈ പരിസരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ നമ്മൾ 10-15 കൊല്ലം ഈ കച്ചവടം ചെയ്ത് ജീവിക്കണം. ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് മാറണമെന്ന് എല്ലാ സ്ഥലത്തും വഴിയൊരു കച്ചവടമുണ്ട്. കേരളത്തിൽ മൊത്തം സ്ഥലത്ത് വഴിയൊരു കച്ചവടം. അതുപോലെ യൂണിയൻ കച്ചവടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാറണമെന്ന് ശരിയാവില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് യാദൃശ്യം. കാരണം അവർ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്ത് നിന്നവരാണ്. അവരെയും സർക്കാർ എന്തെങ്കിലും പദ്ധതി പ്രദർശിപ്പിക്കണം. പക്ഷേ ഞങ്ങൾക്ക് ഹാർബറിലേക്ക് ആലപ്പുഴ, എറണാകുളം ജില്ലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഒരു 50,000-ഓളം തൊഴിലാളികളാണ് ഇവിടെ ദിവസേന വരുന്നത്. ഇപ്പോൾ നമ്മുടെ കച്ചവടം ഇങ്ങോട്ട് മാറ്റണമെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരുകളുടെ ഒരുപാട് പദ്ധതികൾ വരുന്നെങ്കിലും ഇവിടെ വഴിയില്ലാത്ത കാരണം നമ്മൾക്ക് പദ്ധതികളെല്ലാം ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് കൃത്യമായി അവരുടെ നിലപാട് പറയുന്നു. അവിടെ നിന്ന് ഒരു കാരണവശാലും പോകില്ല. ഇത്രയും വർഷമായി 10-15 വർഷമായി ഇതേ സ്ഥലത്ത് മത്സ്യം വിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ, മീൻ വിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ പോകാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് ചോദ്യം ചോദിക്കുന്നു. അത് അനധികൃതമായ ഒരു സ്ഥലത്താണ്. അങ്ങനെയെങ്കിൽ അത് മാറ്റാനുള്ള അധികാരവും ഒക്കെ അധികൃതർക്കുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് ഒരു പുതിയ സ്ഥലം അവർക്ക് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതും അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യത്വമുള്ള പരിപാടിയാണ്. അത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഒരുപാട് പ്രേക്ഷകർ പറയുന്നു. നേരത്തെ ഈ ഫ്ലക്സ് ബോർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എബ്രഹാം തോമസ് ഒരു കാര്യം കൂടി പറയുന്നു. ഈ പൊതുസ്ഥലങ്ങളിൽ ഉള്ള ഫ്ലക്സ് ബോർഡ് കാരണം എനിക്കും വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും കാഴ്ച മറയ്ക്കുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ജംഗ്ഷനുകളിലെ ഫ്ലക്സ് ബോർഡുകൾ എന്ന് പറയുന്നു. കെവിൻ എബ്രഹാം അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം മറ്റ് പലരും ആ രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നു. തൊഴിലാളികളുടെ വോട്ട് ഭരണക്കാർക്ക് വേണ്ട എന്ന് ആദി AK എന്ന് പറയുന്നു. ഈ പാവങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ, എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നു എന്ന് ഷാഫി കൊമ്മേരി അഭിപ്രായം പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ വ്യത്യസ്ത വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഇപ്പോൾ കമന്റ് ബോക്സിൽ വന്ന 2 പ്രധാനപ്പെട്ട കമന്റുകൾ വായിച്ച് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. അതിൽ ഇങ്ങനെ പറയുന്നു. നിസാം കൊല്ലം, സർക്കാരിന് തെറ്റായ നയങ്ങൾ കമന്റ് ബോക്സിൽ കൂടി അഭിപ്രായം പറഞ്ഞാൽ അത് വായിക്കില്ല അല്ലേ എന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ലല്ലോ നിസാം, എല്ലാ കമന്റുകളും വായിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ടാണ് ഞങ്ങളെല്ലാം ആ കാര്യങ്ങൾ, അത് ഏത് അവതാരകനാണെങ്കിലും ആ രീതിയിൽ അഭിപ്രായങ്ങൾ പറയുക അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പറയുക. അതിൽ സർക്കാരിന് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒക്കെയുള്ള കമന്റുകളാണെങ്കിലും അതെല്ലാം വായിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് പേൾ എന്ന് പറയുന്ന ഐഡിയിൽ വന്നൊരു കമൻറ്റാണ്. ഇത്തരം കമൻറ്റുകൾക്ക് ഒരുപാടായിട്ട് വരുന്നതുകൊണ്ടാണ് ഈ കമൻറ്റ് വായിക്കുന്നത്. സർ, +2 അക്കൗണ്ടൻസി എക്സാമിനെ പറ്റി വീഡിയോ ചെയ്യാമോ? വി ആർ ഓൾസോ ഹ്യൂമൻ, നോട്ട് ഓൺലി സയൻസ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ അക്കൗണ്ടൻസി എക്സാം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അത് ടഫായിരുന്നു എന്ന് പൊതു അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. നേരത്തെ അത്തരത്തിൽ കൊമേഴ്സ് എക്സാമും ഒക്കെ, കൊമേഴ്സ് വിഭാഗവും സയൻസ് വിഭാഗവും ഒക്കെ അവരുടെ പരീക്ഷകൾ ടഫാണെന്ന് പറഞ്ഞ് കുറേ വാർത്തകൾ പറഞ്ഞതാണ്. അപ്പോൾ
സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യം, അതായത് ടഫായ എക്സാം ആണെങ്കിൽ ഈ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിയമവ്യവസ്ഥയൊന്നുമില്ല. അത്തരത്തിലാണ് നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ലിബറലായിട്ടായിരിക്കും വാല്യുവേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു പൊതുകാര്യം. അതിലെന്താണ് ഇനിയിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നതൊക്കെ നമുക്ക് വഴിയെ കാണാം. അടുത്ത വാർത്തയിലേക്കാണ്. തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. പരവൂർ സ്വദേശി രാഹുലാണ് പിടിയിലായത്. മറ്റൊരു പ്രതി വടിവാൾ വിനീതനായി തെരച്ചിൽ ഊർജിതമായി നടക്കുകയും ചെയ്തു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. സൂരജ്, എവിടെ നിന്നാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഈ പ്രതി പിടിയിലായത്? മറ്റേയാൾ വിനീതനായി, വടിവാൾ വിനീതാണ് പേരെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തെരച്ചിൽ ഏത് ഭാഗത്താണ് നടക്കുന്നത്? എന്താണ് ഈ രാഹുൽ ഇപ്പോൾ പിടിയിലായ ശേഷം പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ? പ്രജിൻ, ഈ രണ്ട് പ്രതികളും രണ്ട് കേസുകളിൽപ്പെട്ട ആളുകളാണ്. അതിനിടയിലാണ് ഇവരെ ഇന്ന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വടക്കാഞ്ചേരിയിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിലാണ് ഇരുവരും രക്ഷപ്പെടുന്നത്. പക്ഷേ ഈ സമയത്ത് രണ്ടുപേർക്കും അണിയിച്ചിരുന്ന വിലങ്ങ് പ്രത്യേകം ആക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ പ്രതികൾ ഈ വിലങ്ങ് അഴിച്ചു മാറ്റിയതോടുകൂടിയാണ് ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതിനുശേഷം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള കാട്ടിലേക്കാണ് ഇവർ ഓടിക്കയറിയത്. അതിനപ്പുറത്ത് അകമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ ഇതിൽ രാഹുൽ പിടിയിലായിട്ടുള്ളത്. കൊല്ലം പരവൂർ സ്വദേശിയാണ് ഈ രാഹുൽ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ വിനീത് വഴിമതിയെ രണ്ടുപേരും വേർപിരിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ഈ രാഹുൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയെങ്കിൽ ഈ വിനീത് ഈ കാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതോടൊപ്പം തന്നെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് ഈ കാട്ടിലൂടെ മറ്റിടങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ള മേഖലകളുണ്ട്, പ്രത്യേകിച്ച് ഈ അകമല അടക്കമുള്ള മേഖലകളുണ്ട്. ആ പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ പരിശോധന വ്യാപിപ്പിക്കുകയാണ്. രാഹുൽ പിടിയിലായി എന്നുള്ള ആശ്വാസമാണ്. പക്ഷേ ഈ വടിവാൾ വിനീതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കൊടും ക്രിമിനലാണ് ഈ വിനീത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 60-ലധികം ബൈക്ക് മോഷണ കേസുണ്ട്. 13-ാം വയസ്സിൽ വടിവാൾ ഏന്തിക്കൊണ്ട് ആക്രമണ പരമ്പര തുടങ്ങിയ ആളാണ് വിനീത്. ഒരു വേള ആലപ്പുഴയിൽ വിനീതിനെ അന്വേഷിച്ചു വന്ന പോലീസ് വിനീതിനെ കിട്ടാത്തതിനെ തുടർന്ന് സഹോദരി ഭർത്താവിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയത്ത് ഈ അവരെ പിടിച്ചുകൊണ്ട് വന്ന സ്റ്റേഷനിലെത്തിപ്പോലും അക്രമം നടത്തിയ ആളാണ് വിനീത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ്. ഈ പ്രതി രാത്രിയാകുന്നു, അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയ ആശങ്കയുണ്ട്. എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. പ്രജിൻ, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. വേനൽക്കാലമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലായിടത്തും ശക്തമായ വേനലുണ്ട്. അത് അതികഠിനമായ ചൂടാണ്. അത് രാവെന്നോ പകലെന്നോ ഇല്ല. രാത്രിയായാലും ചൂട് ശമിക്കുന്നില്ല എന്ന പരാതി എല്ലായിടത്തും ജനങ്ങൾ പറയുന്നുണ്ട്. അതിൽ പൊറുതിമുട്ടിരിക്കുകയാണ് നമ്മളെല്ലാം തന്നെ. അപ്പോൾ ഈ കറണ്ട് കൃത്യസമയത്ത് ഇല്ല എങ്കിൽ, കറണ്ട് കട്ടുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കൊതുക് ശല്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറുന്നത്. ഈ രാത്രിയാവുമ്പോൾ ഉറക്കമില്ലാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ചൂട്, മറ്റൊന്ന് ഈ കൊതുക് കടിയാണ്. കൂട്ടമായിട്ടൊരു വൈകിട്ട് ഒരു 6 മണിയോടുകൂടി വീടുകളിലേക്ക് ഇരച്ചെത്തുന്ന കൊതുകൾ പിന്നീട് അത് വിട്ടുപോകുന്നേ ഇല്ല എന്നുള്ള പരാതികൾ ഓരോ ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ കൊച്ചിക്കാരുടെ വീടുകളിൽ ഈ എത്തുന്ന ഈ കൊതുക് അത് വലിയ ശല്യമായിട്ടുണ്ട്. അതിനെതിരെ കോർപ്പറേഷൻ എന്ന രംഗത്ത് വരുന്നു എന്നാണ് വാർത്ത. ഇത്തവണത്തെ ബജറ്റിൽ കൊതുകിനെ തുരത്താൻ എത്ര കോടിയാണെന്നറിയോ? 1-2 അല്ല, 12 കോടി ചെലവഴിക്കും എന്നാണ് കൊച്ചി കോർപ്പറേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊതുകാണ്, വെറും കൊതുകല്ല, കോടികളുടെ മൂല്യമുള്ള സാക്ഷാൽ കൊച്ചിക്കാരൻ കൊതുക്. 2025-26 സാമ്പത്തിക വർഷത്തെ കൊച്ചി കോർപ്പറേഷന്റെ ബജറ്റ് പ്രസംഗത്തിൽ 12 കോടി രൂപയാണ് കൊതുക് നശീകരണത്തിനായി കണക്കാക്കിയിരിക്കുന്നത്. കൊതുക് കൊച്ചിക്കാർക്ക് പുതുമയല്ല. രാത്രിയിൽ കൊതുകുമായി ബാഡ്മിന്റൺ കളിക്കാത്ത വീടുകളും നഗരത്തിൽ ചുരുക്കം. കൊച്ചിയിലെ കൊതുക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കൊതുകുതിരി ഉള്ളതുകൊണ്ട് പിടിച്ചിരിക്കണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി നടക്കണ കാര്യം, കണ്ടമാനം പൈസ ചിലവാണ്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നില്ലല്ലോ. കൊതുകിനെ കൊല്ലുക എന്നുള്ള സംഭവമില്ല, കൊതുകിനെ ഓടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. തിരുക്കൊച്ചി കാലം തൊട്ട് ബജറ്റുകളിൽ കൊതുകിനും ഒരിടം കിട്ടിയിട്ടുണ്ട്. ഇത്തവണയും അത് ആവർത്തിക്കുകയാണ് കോർപ്പറേഷനിൽ. ബജറ്റിൽ 12 കോടി രൂപ കൊതുക് നിർമ്മാർജ്ജനത്തിന് ചെലവഴിക്കുമെന്ന് പ്രഖ്യാപനം. 12 കോടി എന്ന് കേട്ടപ്പോൾ കൊച്ചിക്കാരുടെ പ്രതികരണം ഇങ്ങനെ: വരണ്ടെങ്കിൽ വരട്ടെ, നല്ല കാര്യമല്ലേ, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമല്ലേ, വരട്ടെ. ഡിവിഷനിലേക്ക് വേട്ടാണ്, അല്ലാതെ ഇവിടെ മാത്രമായിട്ടാണ് അല്ലല്ല. പിന്നെ കാശ് ചിലവാക്കാൻ കോർപ്പറേഷന് എത്രയോ ബാധ്യതകളുണ്ട്. അത് 12 കോടി ഉണ്ടാകത്തില്ല, 2 കോടി അങ്ങനെ ചിലവാക്കിയെങ്കിലായിരിക്കും 10 കോടി വേസ്റ്റാവും. എത്ര കോടി കിട്ടിയാലും അതവർക്കുള്ളതാണ്. നമുക്ക് കൊതുകിനൊന്നുമില്ല, കുറച്ച് ചിലതൊക്കെ ചെയ്യുമായിരിക്കും. ഉപകാരപ്പെടുക 12 കോടി രൂപ
ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുന്ന കുഴപ്പമില്ല. ഇത് ഈ കൊതുക് ശല്യം കൊണ്ടിട്ട് ഉറങ്ങാൻ പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റണില്ല. മാറ്റി വെച്ചിരിക്കുന്ന അവർക്ക് പങ്കിട്ടെടുക്കാനായിരിക്കും, അല്ലാതെ കൊതുകിനെ തുരത്താനാണ്. അശാസ്ത്രീയമായ സെപ്റ്റിക് ടാങ്കുകളാണ് ഭൂരിഭാഗം നഗരവാസികളും ഉപയോഗിക്കുന്നത്. ഇവയിൽ നിന്നുമുള്ള മലിനജലം ഒഴുകിയെത്തുന്നതാവട്ടെ കനാലിലേക്കും തോട്ടിലേക്കും. കായലിനോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചി നഗരത്തിൽ തോടുകളും കനാലുകളും ഒട്ടനവധിയാണ്. കറുത്തൊഴുകുന്ന ഈ മലിനമായ ചാലുകളിലേക്ക് നോക്കിയാൽ മതി കൊതുകിന്റെ ഉറവിടം നിങ്ങൾക്ക് കാണാനാകും. ബ്രഹ്മപുരത്ത് നടത്തിയ കർമ്മ പരിപാടികൾക്ക് ശേഷം കൊച്ചിയുടെ കൊതുക് ശല്യത്തിനെ ഫലപ്രദമായി നേരിടാൻ ഒരുങ്ങുകയാണെന്ന് കൊച്ചി മേയർ. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ആണ് ഇപ്പോൾ ഈ 12 കോടിയിലേക്ക് എത്താനുള്ള ഒരു കാരണം. നമ്മളൊരു ലാബ് അവിടെ സെറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് VCRC വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററിന്റെ ശുപാർശയായിരുന്നു. എൻഡമോളജിസ്റ്റുകളെ നിയമിക്കാൻ നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പം ഇത് പക്ഷെ കഴിഞ്ഞ വർഷം അത് നടന്നില്ല. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ 12 കോടി, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ആണ് അത്തരം ഒരു വലിയ ഫിഗറിലേക്ക്, കുറച്ചും കൂടി വലിയ ഫിഗറിലേക്ക് വന്നത്. കൊതുക് നിവാരണത്തിനുള്ള ലാബ് സംവിധാനം, GIS സാങ്കേതികവിദ്യ, എല്ലാ മാസത്തിലും നഗരത്തിൽ ഡ്രൈ ആചരണം, പുതിയ ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് മുന്നിലുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നഗരമായ കൊച്ചിയുടെ സിരകളിലൂടെ കക്കൂസ് മാലിന്യം ഒഴുകുന്നതിനും അതിലൂടെ ഉണ്ടാകുന്ന കൊതുകുകൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയം അതിക്രമിച്ചു. കൊച്ചിയിലെ പുത്തം പണക്കാരൻ കൊതുകുകളുടെ കടികൊള്ളാൻ ഭാഗ്യം കിട്ടിയ ക്യാമറമാൻ AS അഭിജിത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചിയിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഇത്തരത്തിൽ കൊതുക് ശല്യം എന്ന വാർത്തകൾ. അതിൽ ഒരുപാട് പേർ പറയുന്നു ഈ കൊച്ചിയിൽ ലഹരി മാഫിയക്ക് പുറമെ കൊതുക് മാഫിയ സംഘമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എബ്രഹാം തോമസ്. അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നേരത്തെ അതിനകത്തൊരു ചേട്ടൻ പറഞ്ഞതുപോലെ ഈ 12 കോടി ഇതിനായി മാറ്റിവെക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കി അതിന്റെ ഫലം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലും വരുന്നു. ഖദീജ CC പറഞ്ഞു, സമൂഹത്തിന് ചെലവാക്കാൻ പണമില്ല, കൊതുകിനും കോഴിക്കും കോടികളുണ്ട്. അങ്ങനെയല്ല ഖദീജ, ഇത് കൊതുകിനെതിരെയുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്രയും 12 കോടി ആ ബജറ്റിൽ നീക്കിവെച്ചത് എന്നതാണ് വാർത്ത. അങ്ങനെ ഒരുപാട് കമന്റുകൾ വരും. നേരത്തെ ഈ ഫ്ലക്സ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ആശയം പറഞ്ഞ ഒരാൾക്കുണ്ട്. അത് ജാർവിസ് അഡൂറാണ്. ജാർവിസ് പറയുന്നു, കാൺ വി ട്രൈ ഇറ്റ് വിത്ത് ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡ്. അതായത് ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ വെച്ചാൽ ഒരു പ്രശ്നം പരിഹാരമാവില്ല എന്ന് പറയുന്നു. ഈ ബോർഡുകൾ എന്ത് എന്നുള്ളതല്ല, ഈ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ അത് പൊതുസ്ഥലങ്ങളിൽ അവിടെയും ഇവിടെയും ഒക്കെയായി വെക്കുന്നു എന്നുള്ളതാണ്. എത്ര പറഞ്ഞിട്ടും അതിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടതും അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയതും. ബോർഡുകൾ ഏത് ടൈപ്പും ആവാം, പക്ഷേ നിയമവിരുദ്ധമായ ബോർഡുകൾ ഉള്ളത് മറ്റൊരു വിഷയമാണ്. അത് ഉണ്ടാകാൻ പാടില്ല, അത് വെക്കാൻ പാടില്ല എന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയതുമാണ്. അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. ദ്രുതഗതിയിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില ഗ്രാമങ്ങളുണ്ട്. പാതയ്ക്ക് ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന സ്കൂളും ആരാധനാലയങ്ങളും പോലുള്ള ദൈനംദിന ആവശ്യങ്ങൾ കേന്ദ്രങ്ങളിലേക്ക് കിലോമീറ്ററുകൾ അപ്പോൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതി വരും. അപ്പോൾ അത് നിരവധി തവണ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിൽ നിന്നായി. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കാസർഗോഡ് ബേവിഞ്ച എന്നൊരു ഗ്രാമം. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് ഈ റിപ്പോർട്ടിലൂടെ കണ്ടറിയാം. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിർമ്മിക്കുന്ന ദേശീയപാതയ്ക്ക് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. 2026 ഈ പണി പൂർത്തിയാക്കുമെന്നാണ് കരാർ കമ്പനിയുടെ അവകാശവാദം. കാസർഗോഡ് ജില്ലയിലെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള 4 കിലോമീറ്റർ ഭാഗം അശാസ്ത്രീയമായി നിർമ്മിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. പലയിടത്തും ഡ്രെയിനേജ് സംവിധാനമോ സർവീസ് റോഡുകളോ ഇല്ല. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. പാത പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതോടെ ബേവിഞ്ചയിലെ ജനങ്ങൾ ഒറ്റപ്പെടും. സ്കൂളും മദ്രസയും അംഗൻവാടിയും പള്ളിയും അമ്പലവുമൊക്കെ റോഡിന് മറുവശമാണ്. അവിടേക്ക് ഇറങ്ങാനുള്ള സർവീസ് റോഡ് ഇതുവരെയും നിർമ്മിക്കാനുള്ള പദ്ധതിയില്ല. കാസർഗോഡ് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് അതിവേഗതയിലാണ് പാതയിലൂടെയുള്ള വാഹനങ്ങളുടെ വരവ്. പാത മുറിച്ചു കടന്നാൽ പോലും താഴെയുള്ള പള്ളിയിലേക്കും മദ്രസയിലേക്കും എങ്ങനെ എത്തുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഞങ്ങൾ ഒരു ഇതും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ ഒരു വികസനവും വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള തീരുമാനം. പക്ഷേ വികസനത്തിന് ഒരു എതിർപ്പും ഈ നാട്ടുകാർ ആരും വഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക്
സർവീസ് റോഡില്ലാതെ ഞങ്ങൾ എങ്ങനെ കടന്നു പോകും? ഞങ്ങൾ സ്കൂളിൽ പോകേണ്ട കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന ആൾ, പള്ളികളിൽ പോകുന്ന ആൾ, മറ്റു ആവശ്യങ്ങൾക്ക് ഞങ്ങൾ പുറത്ത് പോകുന്ന ആൾ, ഒരു ആൾക്കും ഞങ്ങൾക്ക് പോകാനുള്ള സർവീസ് റോഡില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളീൻ്റെ അകത്ത് കടക്കാൻ പോലും ഞങ്ങളൊരു ആരെങ്കിലും മരിച്ചു പോയാൽ ഞങ്ങളുടെ ബോഡി കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അണ്ടർപാസ്. ഇതിന് മറുപടി പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്ക് കൂടിയുണ്ട്. നിരവധി തവണ ഈ സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുകയും ചെയ്ത ആളാണ് ജില്ലാ കളക്ടർ. ആർക്കും ഉപകാരമില്ലാത്ത ഈ അണ്ടർപാസ് എന്തിന് സ്ഥാപിച്ചു എന്നത് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പയസ്സിനിപ്പുഴയ്ക്ക് അരികിലൂടെയുള്ള റോഡാണ് 3000-ഓളം വരുന്ന ജനങ്ങളുടെ ഏക ആശ്രയം. മഴ കനക്കുന്നതോടെ പുഴ കരകവിയും. അതോടെ ഈ റോഡിലൂടെയുള്ള യാത്രയും അസാധ്യമാകും. സർവീസ് റോഡുകൾ നിർമ്മിച്ച് യാത്രാ സൗകര്യം ഒരുക്കാമെന്ന ജില്ലാ കളക്ടറുടെ വാഗ്ദാനം പാലിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് 57-300 മുതൽ 62 കിലോമീറ്റർ വരെ ചെർക്കള BK പാറ മുതൽ ചട്ടഞ്ചാലി വരെ സർവീസ് റോഡില്ല. സർവീസ് റോഡിൽ ഡ്രെയിനേജും ഇല്ല. അപ്പോൾ ഈ ഡ്രെയിനേജ് ഇല്ലാത്ത കാരണം ചെർക്കള ടൗണിൽ നിന്ന് വരുന്ന മൊത്തം വെള്ളം ഈ ചന്ദ്രഗിരി പുഴക്കാണ് വരുന്നത്. അത് പല ഡ്രെയിനേജായിട്ട് വരുന്നതാണ്. ഈ ഡ്രെയിനേജ് എല്ലാം മൊത്തം ഇവർ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ വീട്ടിലും താഴത്തുള്ള ഏറ്റവും വലിയ താഴത്ത് നിൽക്കുന്ന പ്രദേശമാണ് ഇത്. ഇവിടെ ഈ ഓരോ വീട്ടിലേക്കും വെള്ളം കയറി മറിയാണ് മഴ പെയ്താൽ. 2000-ൽ മേലെ വീടുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ പള്ളിയിൽ തന്നെ ഏകദേശം ഒരു 680-ഓളം വീടുണ്ട്. ബേവിഞ്ചയിൽ നിന്ന് ഇരിയണ്ണി ബോവിക്കാനം വഴി കർണാടകയിലേക്കും കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിലേക്കും റോഡ് പോകുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ കാസർഗോഡ് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഈ റോഡിലേക്ക് പ്രവേശനം സാധ്യമാകൂ. കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ റോഡിലേക്ക് പ്രവേശിക്കാൻ അടിപ്പാതയും നിർബന്ധമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അശാസ്ത്രീയമായി റോഡ് നിർമ്മിക്കുന്ന മേഗാ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പയസ്സിനിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡാണ് 2000-ഓളം വരുന്ന പ്രദേശവാസികളുടെ ഏക ആശ്രയം. പക്ഷേ ജൂണോടെ മഴ കനത്താൽ ഈ പുഴ കരകവിയും. ഈ റോഡൊക്കെ വെള്ളത്തിനടിയിലാകും. അപ്പോൾ എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ആർക്കും അറിയില്ല. ജില്ലാ ഭരണകൂടമാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടത്. ജില്ലാ കളക്ടർ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും പുതിയ പാത പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതോടുകൂടി ബേവിഞ്ചയിലെ ഈ യാത്ര അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ യാത്ര അത് റോഡ് മുറിച്ചു കിടന്നാലും ഈ പറയുന്നത് പോലെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടത് അത് വലിയ ദുഷ്കരമാകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റൊന്നാണ്. ആ രീതിയിൽ ബേവിഞ്ച പോലുള്ള ഒരുപാട് ഗ്രാമങ്ങൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ദുരവസ്ഥ അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിന് കേന്ദ്ര സഹായം നൽകിയില്ല എന്ന കേരള MP-മാരുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുന്നു. ദുരന്തമുണ്ടായ ഉടൻ NDRF ഫണ്ടിൽ നിന്ന് 215 കോടി രൂപ അയച്ചു. 50,000 ചോദിച്ചു, 5,000 കിട്ടിയുള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. 50 പൈസ പോലും വെട്ടിക്കുറയ്ക്കില്ല. ചട്ടങ്ങൾക്കനുസരിച്ചാണ് കേന്ദ്രം പണം നൽകുന്നത് എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, സഭയിൽ തന്നെയാണോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്? എന്തായിരുന്നു സാഹചര്യം? ഏത് രീതിയിലാണ് ഈ കേന്ദ്ര സഹായം നൽകി എന്നതിനെ ന്യായീകരിച്ചും വിശദീകരിച്ചും ആഭ്യന്തരമന്ത്രി സംസാരിച്ചത്? പ്രജിൻ, ദേശീയ ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിൻ്റെ ചർച്ചകൾക്കിടെയാണ് കേരളത്തിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾ വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം നൽകിയില്ല എന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചത്. ഈ വിമർശനങ്ങൾക്ക് ഉള്ള മറുപടിയായാണ് ഈ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ വയനാട് വിഷയം പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന് മറുപടി പറഞ്ഞത്. ദുരന്തമുണ്ടായ ഉടൻ തന്നെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 215 കോടി രൂപ അയച്ചു.
കൂടാതെ മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 153 കോടി രൂപ സഹായം കേരളത്തിന് നൽകി. അവശിഷ്ടങ്ങൾ മാറ്റാനായി 36 കോടി രൂപ കേരളത്തിന് അനുവദിച്ചെങ്കിലും ആ പണം ഇതുവരെയും വിനിയോഗിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി ഈ മറുപടിക്കിടെ വിമർശനം ഉന്നയിച്ചത്. കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളം 2219 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 530 കോടി രൂപ നൽകി. അധിക സഹായത്തിനുള്ള സാധ്യതകൾ, മാർഗങ്ങൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് എന്നും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആ പണം സഹായം നൽകും എന്നുമാണ് ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞത്. മറ്റ് 50,000 ചോദിച്ചു, 5,000 കിട്ടിയുള്ളൂ എന്നുള്ള ആക്ഷേപങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കായുള്ള മറുപടിയായാണ് പറഞ്ഞത്. എങ്കിൽ വയനാട്ടിൽ ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ സഹായം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് പെട്ടെന്ന് നടക്കുന്നു. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചന കേസ്. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജുരാജാണ് പരാതി നൽകിയത്. കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ച വഴി ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ പറ്റിച്ചു എന്നാണ് പരാതി. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്യാം, എന്താണ് കേസ്, എന്താണ് സംഭവം? പ്രജിൻ, സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ എന്നിവർക്കെതിരായിട്ടാണ് എറണാകുളം സൗത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ പേരിൽ നടന്ന ഇറ്റേണൽ റേ എന്ന മ്യൂസിക് പരിപാടി, അത് 2025 ജനുവരിയിലാണ് നടന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി പ്രൊഡക്ഷൻ നടത്തിയ നിജുരാജ് എന്ന് പറയുന്നയാളെ 38 ലക്ഷം രൂപ പറ്റിച്ചു എന്നുള്ളതാണ് പരാതി. ഈ ഷോ കഴിഞ്ഞ ശേഷം പണം നൽകാമെന്ന് പലതവണ പറയുകയും പണം നൽകാതെ അവർ പറ്റിക്കുകയും ചെയ്തു. അതിലൂടെ 38 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഈ നിജുരാജ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിലാണ് ഇപ്പോൾ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, ഭാര്യ എന്നിവർക്കെതിരായിട്ട് തട്ടിപ്പ് കേസിന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ എഫ്ഐആറിൽ 2 പ്രതികളാണുള്ളത്. ഷാൻ റഹ്മാനും ഭാര്യയുമാണ് ഈ കേസിലെ പ്രതികൾ. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരിൽ ഒരാൾ പിടിയിലായി എന്ന് നേരത്തെ വാർത്ത വന്നിരുന്നു. രാഹുലാണ് പിടിയിലായത്. ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ആ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മറ്റൊരു പ്രതി ഇതേപോലെ രക്ഷപ്പെട്ട വടിവാൾ വിനീതിനായി അന്വേഷണം തുടരുകയുമാണ്. അതിനിടെ രാഹുൽ എന്ന് പറയുന്ന ഈ പ്രതിയെ പിടികൂടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതലെ സാർന്ന പരിപാടി ഇന്ന് പൂർത്തിയാവുകയാണ്.